മൂത്തേടം ഉസ്താദ് മൂത്ത് വല്ലാതങ്ങ് മൂത്ത്. മൂത്തെന്ന് മാത്രമല്ല, മൂത്ത് വന്നപ്പോൾ ആരോ മരുന്നെടുത്ത് മാറ്റിയതുകൊണ്ട്, മരുന്നും കൂടി കഴിക്കാനാവാത്തതുകൊണ്ട് മൂത്തങ്ങ് അറ്റപ്പറ്റ എത്തി. എന്തുവാടാ മക്ക, എന്തുവാടാ മദീന, എന്തുവാടാ സൗദി അറേബ്യ? ആകെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടത് മൂത്തേടത്തിനെയാണ്. മൂത്തേടം കഴിഞ്ഞേ ഉള്ളൂ മക്കയും മദീനയും ഒക്കെ. വല്ലാത്തൊരു കാലവും വല്ലാത്തൊരു കോലവുമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ റഹ്മത്തുള്ള കാസിമി ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് നിയന്ത്രണം വിട്ടുപോകും. നിയന്ത്രണം വിട്ടു പോകുന്നത് സാധാരണ തണുപ്പ് കാലത്താണ്. തണുപ്പ് കാലം മൂക്കുമ്പോഴാണ് ഈ രോഗം അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. എന്നാൽ ഇപ്പോൾ അത് ചൂട് കാലത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മൂത്തേടമൊക്കെ യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോൾ ഇത് കേൾക്കാനായി പോയിരിക്കുന്ന കുറച്ച് കോഞ്ഞാണന്മാരുണ്ട്. ആ കോഞ്ഞാണന്മാരെയാണ് സമ്മതിക്കേണ്ടത്. ചിലരൊക്കെ പറയുന്നത് അദ്ദേഹം അന്താരാഷ്ട്ര വിഷയങ്ങൾ ഗൗരവമായി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആഴത്തിൽ പോയി ഇതൊക്കെ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. പണ്ട് കാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ളത് ആത്മീയ വിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനുമെല്ലാം ഈ ഉസ്താദീയത്ത് അഥവാ ഗുരുത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ കാസിമി അദ്ദേഹം പഠിച്ചത് തബ്ലീഗ് ജമാഅത്തിനോടൊക്കെ ചുറ്റിപ്പറ്റിയാണെങ്കിലും പിന്നീട് ഉപജീവന മാർഗത്തിനായി അവരിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ കളക്ഷന് വലിയ സ്കോപ്പില്ല. പ്രസംഗിക്കുന്നതിൻ്റെ കൂടെ പിരിവ് വാങ്ങാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതിരിപ്പുണ്ട്, മറ്റേ വെള്ളമുണ്ട്, മുടിവെച്ച വെള്ളമുണ്ട് എന്നൊന്നും പറഞ്ഞ് വിൽക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവരെ തള്ളിപ്പറഞ്ഞ് വേറൊരു മാർഗം തിരഞ്ഞെടുത്ത് കച്ചവടം തുടങ്ങിയത്. ഇവർക്കൊക്കെ പൊതുവിലുള്ളൊരു പ്രത്യേകത, ഇവരെയൊക്കെ കേൾക്കാനും കാണാനും അയലത്തോ പരിസരത്തോ ഉള്ള ആരും വരാറില്ല. അന്യദേശങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നുമാണ് ഈ മൂപ്പ് കണ്ട് എത്തിച്ചേരുന്നത്. എനിക്ക് പ്രിയപ്പെട്ട ബന്ധുക്കളോടും കുടുംബക്കാരോടും പറയാനുള്ളത്, അദ്ദേഹം കഴിക്കാൻ വെച്ചിരുന്ന ടാബ്ലറ്റ് അതെടുത്ത് മാറ്റിയവർ ദയവായി തിരിച്ച് അവിടെ തന്നെ വെക്കേണ്ടതാണ്. കാരണം അല്ലാതെ ഇത് പരിഹരിക്കാൻ ഒരു മാർഗവുമില്ല. ഇത് പറയുന്നതും കേൾക്കാൻ ആളുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് കാണും, ഇല്ലെങ്കിൽ ഒന്ന് കേൾപ്പിക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണെന്ന് മാത്രമല്ല, മുത്തേടത്തിൻ്റെ നേരിനോടാണ്. എല്ലാ നേരിനോടും പ്രതിബദ്ധത ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. മൂത്തേടത്തിൻ്റെ മൂത്ത നേരിനോട് നിങ്ങളെല്ലാവരും പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. അതാണ് മദീനയും മക്കയും മൂത്തേടത്തേക്ക് വന്നാലുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ദിവസവും തവാഫിന് വരുന്നവരിൽ നിന്നും ഹജ്ജിന് വരുന്നവരിൽ നിന്നും എത്ര കോടി രൂപ പിരിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ സ്വപ്നം അതിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇല്ല, മൂത്തേടത്തിന് കഴിയും. പഠിച്ചോളൂ. ഹിന്ദുക്കളാണ്. എഴുതി വെച്ചോളൂ. ആയിരിക്കും. മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിനെതിരായിരിക്കും. മൂത്തേടത്തിനെതിരായതുപോലെ. ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടടാ. അല്ലാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ. മൂത്തേടത്തിന് മഹദി ഇമാം വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും. ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദി ഇമാമിന്റെ അനുയായികളായിരിക്കും. എന്തുകൊണ്ട്? അവർ ശുദ്ധരായ മനസ്കരാണ്. അങ്ങനെ പറഞ്ഞെങ്കിലേ മൂത്തേടത്തിനും മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അവർ ശുദ്ധരല്ലെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇങ്ങനെ പറയണം
പറഞ്ഞാൽ മാത്രമേ ഈ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കാശിൻ്റെ ഒക്കെ സോഴ്സ് ചോദിക്കൂലേ, എങ്ങനെ വന്നു എന്ന്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. അവർ BJP ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ്. സത്യം. ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ. ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. സത്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സത്യം. എത്രയോ നാളുകൊണ്ട് ഈ വിവരക്കേടും ഈ അറിവില്ലായ്മയും ശുദ്ധഭോഷ്കത്തരവും പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ മൂത്തേടത്തിന് പോലും പറ്റിയിട്ടില്ല. പേര് റഹ്മത്തുള്ളയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉള്ള മനുഷ്യനാണെന്നാണ് പേരിനോടൊപ്പം പറഞ്ഞിട്ടുള്ളത്. രൂപവും അങ്ങനെയാണ്, വസ്ത്രവും അങ്ങനെയാണ്, അവകാശപ്പെടുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് കാര്യം തിരിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ്. ആ നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ. ആരടാ നിങ്ങളെ പേടിക്കുന്നത്? ആ താഴെ ഒരു കുട്ടി ഇരിക്കുന്ന ചിത്രമുണ്ട്. ഒരു കണ്ടില്ലേ 163-ൽ. എനിക്ക് സംഘടനയുമില്ല, എനിക്ക് ആളുമില്ല, ആൾക്കൂട്ടവുമില്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരാളെ ആവശ്യമില്ല. എന്റെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കൂല. ഞാൻ ഒറ്റക്ക് പോവാണ്. അതാണ് ഒറ്റയ്ക്കുള്ള പണിയാണ്. അത് ഇതിൽ മാത്രമേ പറ്റുള്ളൂ. ഈ സമുദായ പ്രസംഗ മത്സരത്തിൽ മാത്രമേ ഈ ഒറ്റയ്ക്കുള്ള പണി പറ്റുള്ളൂ. ബാക്കി എല്ലാത്തിനും ആരെങ്കിലും വേണം. ഇതുപോലെ ഒറ്റയ്ക്കുള്ള പണിയുമായിട്ട് അങ്ങ് ഇറങ്ങിയാൽ കുറച്ച് വിഡ്ഢികൾ വന്ന് അത് കേൾക്കാൻ ഇരുന്നു കൊടുക്കുമെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ? ഒരു ചെടി നടണമെങ്കിലും ചിലപ്പോൾ ആരെങ്കിലുടെയും സഹായം വേണം, അല്ലെങ്കിൽ ഉപകരണം വേണം. ഇതൊന്നും വേണ്ട, കയ്യിലുള്ള വിവരക്കേട് മാത്രം മതി. അതുകൊണ്ട് അടിയന്തരമായി ഗുളിക തിരിച്ചു വെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.